സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് ക്യാരവാനിൽ ട്രിപ്പുകളൊക്കെ പോകാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ 4 പേരിപ്പോൾ ഉണ്ട്. പക്ഷേ ഒരാൾ വണ്ടിക്കകത്തിരിക്കുക കേട്ടോ. 4 പേരുണ്ട്, പക്ഷേ വീഡിയോയുടെ അവസാനം നമ്മൾ 2 പേരേ ഉള്ളൂ കേട്ടോ. അതായത് ഞാനും പിന്നെ ആ ടോക്കിയോ എന്ന് പറഞ്ഞ ആൾ, ബാക്കി 2 പേര് ലെഫ്റ്റായി പോവും. അതെന്തോ അവർക്കെന്തോ നെറ്റിന് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവർ ലെഫ്റ്റ് ആയി പോയത്. നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെട്രോൾ പമ്പിലാണ്. വണ്ടിക്കാണെങ്കിൽ തീരെ പെട്രോളും കാണക്കില്ല. അങ്ങനെ പെട്രോളും കാണൊക്കെ അടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ് വയ്പ്പിക്കേണ്ട, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, നമുക്കങ്ങനെ പോയാലോ? പോവാം കുറെ നേരമായില്ലേ, പോവാൻ പാ. അങ്ങനെ ഞാൻ വണ്ടികളൊക്കെ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിക്കകത്ത് കയറാം ഗൈസ്. ഈ ഒരു വണ്ടിക്കകത്ത് കയറാൻ ഒരു പ്രത്യേകത വൈബാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയും ആളൊക്കെ എടുക്കാൻ പറ്റൂ. ഓക്കെ, അവൻ വണ്ടി എടുക്കുന്നു. ഓക്കെ, ബാക്കിയെല്ലാം കയറിയല്ലോ, അവൻ വണ്ടി എടുക്കുകയാണ്. എടാ മാറാ, വണ്ടി എടുക്കട്ടടാ. അയ്യോ സോറിടാ, സോറി. ഇപ്പൊ മാറാം. ഒന്ന് പെട്ടെന്ന് മാറ്, എന്നാലേ എനിക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഓടാ, ഇപ്പൊ മാറി. ഇവനാണെങ്കിൽ വണ്ടിക്കകത്ത് നേരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഓട്ടിക്കാനും പറ്റില്ല. ഓക്കെ, ഞാനാണെങ്കിൽ വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടിക്കകത്ത് കയറാനായിട്ട് പോകുക കേട്ടോ. ഓക്കെ, ഡോറും കാണാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറി ഇരിക്കാനായിട്ട് പോവാണ്. ഓക്കെ, എൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ടോക്കിയോ കാണാൻ. പോവാം. പോവാം. അങ്ങനെ കേസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്ന അമ്പലത്തിലോട്ടാണ് കേട്ടോ. നമ്മൾ നേരെ ഇനി അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോകണം. കാരണം നമ്മൾ ആദ്യത്തെ കാരവാൻ ട്രിപ്പ് കണക്കില്ല. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പോയിട്ട് വിചാരിച്ച് നമ്മൾ നേരെ വണ്ടി നേരെ അമ്പലത്തിലോട്ട് കയറ്റാനായിട്ട് പോകുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ അത്രയും ടാറ് കണക്കില്ല, മണ്ണ് കണക്കെയാണ്. ഓക്കെ, അവിടുത്തെ ലുക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. സോ നമുക്ക് എന്തായാലും വണ്ടികളൊക്കെ അകത്തോട്ട് നമുക്ക് പയ്യെ കയറ്റാം. ഓക്കെ, അടി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വണ്ടി നല്ല രീതിക്ക് ലോവർ ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് അടി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഓ ഗൈസ്, ഭാഗ്യം പോലെ തട്ടിയില്ല. പക്ഷേ ഏറ്റവും മണ്ടേ പോകുമ്പോഴത്തേക്കും അടി എന്തായാലും തട്ടും. പക്ഷേ നമ്മൾ ഏറ്റവും മണ്ടേ പോകത്തില്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഓക്കെ പതുക്കെ. ഓക്കെ, വണ്ടികളൊക്കെ ഇവിടെ ഇട്ടേക്കാം. ഇവിടെ ഇട്ട് ജസ്റ്റ് നമുക്ക് പൂജയൊക്കെ ചെയ്തിട്ട് ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ വണ്ടികളൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പം ഞാനല്ല കേട്ടോ വണ്ടി ഓടിക്കുന്നത്, നമ്മുടെ സ്വന്തം ടോക്കിയാണെടാ. സൂപ്പറായിട്ട് ഓടിക്കുമല്ലോ. പിന്നെ അല്ല, നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ വയ്യത്തുള്ളതാണ്. ഇവിടെ ഈ സിറ്റിയെ തന്നെ പ്രോ ഡ്രൈവറാണ് ഞാൻ. കണ്ടാ മതിയായിരുന്നു. എടാ നീ പേടിക്കണ്ട മുപ്പേ, ഞാൻ കിറ്റിലായിട്ട് ഓടിക്കും. നീ നോക്കിയോ, വേണമെങ്കിൽ നീ വീഡിയോ കുറിച്ച് വെച്ചോ. വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നീ നല്ലോണം ഓടിച്ചത് കൊണ്ട് കൊല്ലായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി സ്പെഷ്യൽ പൂജയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏടാ എന്തൊരു വർത്താനോടാ, നോക്കിയോ വണ്ടിയിൽ വേണമെന്ന് വെച്ചാ. എടാ വണ്ടിയാ ഇവിടെയാ, നീ അങ്ങോട്ട് പോട്ട്. വണ്ടിയൊന്നുമില്ല, പോട്ട് നേരെ പോട്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ നേരെ വണ്ടി ഓടിക്കുക കേട്ടോ. ഞാനെല്ലാം ഓടിക്കുന്ന നമ്മുടെ ടോക്കിയാണ്. സോ ടോക്കിയോ കൊണ്ട് കിട്ടില്ല ഡ്രൈവിംഗ് ആണ് ഇതുവരെ ചെയ്യുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ. ഓക്കെ, പുള്ളിക്കാരൻ ഇങ്ങനെ ഓടിക്കുന്ന നിങ്ങൾ കണ്ടോ. പിന്നെ അല്ല, പ്രോ ഡ്രൈവറാണ് ഗൈസ്, പ്രോ ഡ്രൈവർ. അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓഫ് റോഡിൻ്റെ ആ സ്ഥലത്താണ്. സോ നമ്മളെ വണ്ടി ഓഫ് റോഡ് പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഓവർ മൊത്തം ചെയ്തിട്ടാണ് വണ്ടി കാണൊക്കെയാണ്, പോയില്ലെങ്കിൽ തീർന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി കണ്ട കിടിലായിട്ട് അവ ഓട്ടിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ വീഡിയോയ്ക്ക് ഏകദേശം കുറച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാനാണ് നിൽക്കുന്നത്. സോ എൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അല്ലേടാ. ഓടാ ഗൈസ്, ഇപ്പോൾ നിങ്ങളും നമ്മുടെ അച്ചു പറഞ്ഞതുപോലെ പാർട്ട് 2 വേണമെങ്കിലും അതുപോലെ എൻ്റെ പ്രോ ഡ്രൈവറോ ഇനി നിങ്ങൾ കാണണമെങ്കിലും നിങ്ങൾ പറഞ്ഞത് കേസ്, ഞാൻ പ്രൊഫഷണൽ അല്ലേ. ചെറുക്കൻ തള്ളിപ്പോൾ തുടങ്ങും. സോ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിയിൽ ബാക്കിൽ പോയി കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ടയേർഡും കാണൊക്കെയാണ്. അപ്പോൾ ഇരുന്ന് ഓടിക്കട്ടെ. നമുക്ക് എന്തായാലും കുറച്ച് അവൻ വിളിക്കുമ്പോൾ നമുക്ക് വരാം. ഓക്കെ, അവ ഇത്തിരി സ്ലോ ആക്കിയാലേ നമുക്ക് ഇനി വണ്ടിയിലോട്ട് ബാക്കിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അവ ഇച്ചിരി സ്ലോ ആക്കിയിട്ടുണ്ട്. എടാ ഞാൻ ബാക്കിൽ പോയി ഉറങ്ങിയാണ് കേട്ടോ. നീ പോയി ഉറങ്ങിയോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കിടന്ന് ഉറങ്ങാൻ എന്താ രസം. അവനാകുമ്പോൾ വണ്ടിക്കകത്ത് ഇരുന്ന് വണ്ടി ഓടിച്ചോളും, നമ്മളാണെങ്കിൽ ബാക്കിൽ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസും കാണൊക്കെ എടുക്കാം ഗൈസ്. ഞാൻ എത്തി കിടന്ന് ഉറങ്ങട്ടെ. ഇതാരും കിടന്ന് വിളിക്കുന്ന ഗായ്സ്. അപ്പോൾ നമ്മളാണെങ്കിൽ സിറ്റി 1 എത്തി കേട്ടോ. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. നേരെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരിക്കുകയാണ്. സോ അവനാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ഇത്രയും നേരം അവനാണ് കേട്ടോ വണ്ടിയും കാണാക്കി ഓട്ടിച്ച് അവൻ കിടന്ന് ഉറങ്ങിയാണോ അതോ എൻ്റെ അടുത്തൊന്നും ഇരിക്കുമോ എനിക്കറിയത്തില്ല. സോ എന്തായാലും വണ്ടിയും കാണാതെ ജസ്റ്റ് നമുക്കൊന്ന് വണ്ടി ഓക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടേക്കാം.
നമുക്ക് ഓക്കെ അവൻ വണ്ടിക്കകത്ത് കയറിയെന്ന് കേട്ടോ തോന്നുന്നേ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയും കാളൊക്കെ നമുക്ക് എടുക്കാം. സോ നമ്മൾ നേരെ പോകാൻ പോകുന്ന ഓഫ് റോഡും കാളൊക്കെയാണ്. ഒന്ന് നല്ല രീതിക്ക് ദൂരം കാളൊക്കെ ഉണ്ട് കേട്ടോ അവിടം വരെ. ഓക്കെ നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് കത്തിച്ചും കാളൊക്കെ വിടുകയാണ് കേട്ടോ. ഈ ഒരു വണ്ടി കൺട്രോളും കാളൊക്കെ നല്ല രീതിക്ക് ഉണ്ടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല രീതിക്ക് കിട്ടുന്നുണ്ട്. സോ ഞാനാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കാളെ ഹൈഡ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞാൻ അവസാനം വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല, ഇപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചേ. അപ്പോൾ എന്തായാലും വണ്ടി കാളൊക്കെ എടുത്ത് പെവറാക്കി നമുക്ക് നേരെ പോവാം ഗൈസ്. ഞാൻ വളഞ്ഞും കുളഞ്ഞൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇതെവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമോ എന്നൊന്നും അറിയത്തില്ല. സോ അവനാണെങ്കിൽ സൈഡിൽ ഇരിപ്പുണ്ട്. സോ അവൻ ഉറങ്ങില്ല കേട്ടോ. എടാ നീ ഇങ്ങനെ ഒന്നും മിണ്ടായിരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ച്. എടാ നിനക്ക് എന്നെ അറിയാലോ, ഞാൻ എന്തേലും സംസാരിച്ചാൽ പിന്നെ അങ്ങ് തുടങ്ങും, പിന്നെ നിനക്ക് പിന്നെ ചെവിതല കേൾക്കത്തില്ല. എടാ വെറുതെ ഒരാൾ എന്താണ് വണ്ടി ഒരുമാതിരി അഴുക്ക രീതിക്ക് പോണേക്കാളും നല്ലത് നീ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോയില്ലെങ്കിൽ ഞാനില്ലേ കിടന്ന് ഉറങ്ങൂടാ. എടാ നീ ഇപ്പഴേ കിടന്ന് ഉറങ്ങിയ, നിനക്കെത്ര ഉറക്കെത്ര കൂടുതലെന്തുവാ? എടാ ഒന്നുമില്ലടാ, ഭയങ്കര ക്ഷീണം. എടാ ഞാനേ ആ ഒരു ട്രോപ്പിക്ക് അവിടെ തൊട്ട് ഈ സിറ്റി 1 വരെ ഓടിച്ചപ്പോൾ എനിക്കൊരു ക്ഷീണമുണ്ട്. ഞാനില്ലെങ്കിൽ അന്ന് ഉറങ്ങണം. ഞാനേ നിന്റെ കൂടെ ഫ്രണ്ട് ഒന്നും ഇരിക്കുന്നില്ലേ? എടാ അത് നീ, ഇത് ഞാൻ. എന്താ എനിക്ക് 2 കോമ്പുണ്ടാ? എടാ എനിക്ക് നിന്റെ അടുത്ത് തർക്കിക്കാനൊന്നും വയ്യ. നീ തറക്കിക്കണ്ട. എടാ നിനക്ക് എന്തുവാടാ, നീ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ നിനക്ക് എന്തെങ്കിലും പറ്റിയാ? എനിക്കൊന്നും പറ്റില്ല, നിനക്കെന്തെങ്കിലും പറ്റാ സൂക്ഷിച്ചോ. എനിക്കെന്ത് പറ്റായി? മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് കണ്ട സ്ഥലത്തൊന്നും കൊണ്ടിരിക്കാതാ. ശരി നീ എന്നെ പഠിപ്പിക്കല്ലേ. പഠിപ്പിച്ചില്ലെങ്കിൽ എവിടെയും കൊണ്ട് ചാവുന്ന കൊണ്ട് കൊന്ന് നീ എന്നെ കൊണ്ട് കൊല്ലും. എന്താ എൻ്റെ നാക്കൊക്കെ കുഴയിൽ കൊണ്ട് ചാവൂലോ കൊല്ലോ എന്നൊക്കെ പറയണ എന്തൊരു ഇതെന്ത് വയ്യേ? ഓടാ എനിക്ക് വയ്യ, നീ മാറ്റി തരൂ. ഓ മാറ്റി തരാം, വാ വാ. എവിടെ ആയിരുന്നു? എടാ മിണ്ടാതിരി, വണ്ടി ഓടിക്കണതൊക്കെ കണ്ടുകൂടി. കണ്ടുകൂടാ, എന്റെ കണ്ണെന്ത് കുരുവാ. ഡാഡാ ടോക്കിയോ ഇപ്പൊ വേടിക്കും. ചിരിക്കുന്നവൻ ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചെറുക്കനെ കൂടെ അടിയുണ്ടാക്കി ഞാൻ സ്ഥലങ്ങളൊന്നും പറഞ്ഞുതരാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ ഓഫ് റോഡും കാളൊക്കെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കത്തിച്ച് വിടാൻ നമുക്ക് നേരെ കത്തിച്ച് വിട്ടാൽ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഊരിപ്പോവും, അതുകൊണ്ട് പയ്യെ തന്നെ പോവാം. ഒടുക്കത്തെ ലാഗുണ്ടല്ലേ ഗൈസ്. ഈ ഒരു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ചാർജിങ് കാളൊക്കെ 9 ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാഗാട്ടോ, സ്ക്രീൻ റെക്കോർഡും അതെല്ലാം കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ലാഗും കാളൊക്കെ ഉണ്ട്. സോ നമ്മളാ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് നമ്മളിന്ന് പോയി ക്യാമ്പും കാളൊക്കെ അടിക്കുന്നത്. അവിടെ നിന്ന് നെക്സ്റ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. സോ എന്തായാലും വണ്ടിയും കാളൊക്കെ നേരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഓഫ് റോഡും കാളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഓഫ് റോഡ് കഴിഞ്ഞാലേ അവിടെ എത്തത്തുള്ളൂ. എടാ എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെ ഉണ്ടോ? എടോ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് ഈ സ്ഥലം ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നീ ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ മൗണ്ടൈൻ അവിടുത്തെ ഓഫ് റോഡ് ആയിരിക്കുന്നു. എടാ പിന്നെ അല്ല, നീ ഇനിയും എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഇനിയും സ്ഥലം കാണിച്ചു തരാം. ഓടാ, നമ്മൾ ഈ സ്ഥലം മൊത്തം ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത് മാത്രമേ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നുള്ളൂ. എത്ര ദിവസമായാലും സീനില്ല. ഓക്കേടാ, ഓക്കെ നീ അവരുടെ തന്നെ പറ. ഗൈസ്, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ മൊത്തം കാണണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനും അച്ഛനും കൂടി മൊത്തം സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരും. സോ എന്തായാലും അതിനാണ് നമ്മൾ ക്യാരവാനും എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങി. ആ സ്ഥലം നമ്മളെന്ന് പറയുന്നത് ഈ ഒരു ഓഫ് റോഡ് കാളൊക്കെയാണ്. സോ എല്ലാ സ്ഥലത്തും നമ്മുടെ ക്യാരവാനും കാളൊക്കെ പോവും. ഇപ്പം തന്നെ വേണ്ട, ഓഫ് റോഡ് പോകാത്ത ക്യാരവാൻ ഓഫ് റോഡ് വരെ കൊണ്ട് പോവുകയാണ് അല്ലേ. അതൊക്കെ അത്രേ ഉള്ളൂടാ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ബ്ലാക്ക് ഇത് കാണുന്നുണ്ടോ ഒരു മാപ്പിൽ, അപ്പോൾ അതുവഴി ആട്ടോ പോകുന്നത്. ഓക്കെ ഇവിടെ മൊത്തം ഗായ്സ് വണ്ടിയുടെ അടി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിലെ കൂടെ ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ പോകുള്ളൂ. നമ്മളെ ക്യാരവാനാണെങ്കിൽ ടയറിൻ്റെ അകത്ത് പൊക്കിയിട്ടിരുന്നെങ്കിൽ സീനില്ലായിരുന്നു. ഇത് മൊത്തം താത്തിട്ടേക്കാട്ടോ. എൻ്റെ മോനെ വണ്ടി മിക്കവാറും തട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ ഇവിടെ നിന്ന് പതുക്കെ തന്നെ പോവാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇച്ചിരി കൂടെ അവിടെ ഫ്രണ്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേസ്. അങ്ങനെ ഓടിച്ച് അവസാനം എന്താ നമ്മുടെ ആ ഒരു സ്ഥലവും കാളൊക്കെ എത്തിയിരിക്കുക കേട്ടോ. ക്യാമ്പിനുള്ള സ്ഥലവും കാളൊക്കെ കേട്ടോ. ടോക്കിയോ കണ്ടാടാ? ഓടെ കണ്ട് എൻ്റെ മോനെ കിട്ടിയ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിൽ ഫുള്ള് അഴുക്കും കാളൊക്കെ ആയി കേട്ടോ. ടോക്കി ഇത് കണ്ടാടാ? എടാ ഇതെന്തോ ആടാ, ഇനിയിപ്പോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോഴേക്കും വണ്ടി മൊത്തം ഇതാവല്ലേ. ഓടാ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. നമുക്ക് ഇവിടെ അത്രയും നമുക്ക് ഫുൾ ചുറ്റി കാണാം. ആടാ നെല്ല് ഞാൻ നീ ഇറങ്ങിയാലേ എനിക്ക് ഇറങ്ങാനായിട്ട്. ആടാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, നീ ഇറങ്ങി ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഗൈസ് വണ്ടിയെ ഫ്രണ്ട് നോക്കിയാൽ ഫുള്ളിന് അണിങ്ങി കേട്ടോ. ഇനിയിപ്പോൾ പോണ വഴിക്ക് റെഡിയാക്കിയാലേ പറ്റത്തുള്ളൂ. സോ ഗൈസ് ആരാ ഗൈസ് പാട്ട് പാടുന്നേ?
അമ്പിളി കൊഞ്ചം ഗൈസ് ആരാണോ വെള്ളം എന്തോ പാട്ട് തുടിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, തകിടയടിക്കട്ടെ. ആരോ പാട്ട് കുട്ടനാട് പാടുന്നുണ്ടല്ലോ. കായലിലെ കൊച്ചുവെള്ളം ഗൈസ് തുടിക്കുമ്പോ അത് ആരാ അത് പാട്ടൊന്ന് പാടുന്നേ? പാടടി ഓക്കെ കാക്കക്കാരത്തി. നമ്മൾ ടോക്കിയാണോ അന്തിവെള്ളം ഇവിടെ തുടിക്കുമ്പോ മിണ്ടാടാ, എന്തുവാടാ പാട്ട് പാടുന്നേ? നീ പാടി എനിക്ക് എൻ്റെ ചാനലിന് കോപ്പിറൈറ്റ് കിട്ടൂലേ. ആക്കിയതാ വല്യടാ. പിന്നെ അല്ലാതെ നീ ആസ്വദിക്കുക. വണ്ടിയുടെ കോലം കണ്ട, ഒരു രക്ഷയില്ലാത്ത കോലമല്ലേ ഓടാ ഓ. വണ്ടിയുടെ സാധനങ്ങൾ കണ്ട, സോളാറ് എല്ലാം ഉണ്ട് വണ്ടിയിൽ, ഫുൾ സെറ്റാണ്. നമുക്ക് ഇന്നിവിടെ ക്യാമ്പ് അടിച്ചിട്ട് നാളെയൊക്കെ പോവാം. ഓക്കെ ഓടാ ഓക്കെ ഓക്കെ ഓക്കെ. ഗൈസ്, എന്നാൽ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ഗൈസ്.